Rabindranath Tagore. Rabindranath Tagore. Rabindranath Tagore, 1861-1941, reverently called by the name Gurudev, was an exultant poet, writer, composer, painter, philosopher, educator, and an early advocate of the nationalistic movement in India. He is the most celebrated personality in modern Indian literature and became Asia's first Nobel laureate when he won 1913 Nobel Prize in Literature for Gitanjali. He was a great philosopher and practical educator. He evolved an educational system which has psychological, moral, spiritual, and practical implications. Shantiniketan, the little school established by Tagore in 1901 at Bolpur, West Bengal, has now grown into a full-fledged central university of an international status. ഗുരുദേവ് എന്ന ഭക്തിപൂർവ്വം വിളിക്കപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ ഒരു ഉന്നത കവിയും എഴുത്തുകാരനും സംഗീത സംവിധായകനും ചിത്രകാരനും തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വക്താവുമായിരുന്നു. ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിത്വമാണ് അദ്ദേഹം. 1913 ഗീതാഞ്ജലിക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവായി. അദ്ദേഹം ഒരു മികച്ച തത്വചിന്തകനും പ്രായോഗിക അധ്യാപകനും മാനസികവും ധാർമ്മികവും ആത്മീയവും പ്രായോഗികവുമായ പ്രത്യാഖ്യാതമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. 1901 പശ്ചിമ ബംഗാളിലെ ബോൾപൂരിൽ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതൻ എന്ന കൊച്ചു വിദ്യാലയം ഇപ്പോൾ അന്താരാഷ്ട്ര പദവിയുള്ള ഒരു സമ്പൂർണ്ണ കേന്ദ്ര സർവകലാശാലയായി വളർന്നിരിക്കുന്നു. Important works: Gitanjali, Gora, Sadhana, The Realization of Life, Personality, Creative Unity, The Legion of Man, The Crescent Moon. Crescent Moon, Chandrakala. Tagore's educational philosophy. Tagore was a Vedantic idealist who believed in one supreme being, the Brahman. ബ്രഹ്മൻ എന്ന ഒരു പരമാത്മാവിൽ വിശ്വസിക്കുന്ന ഒരു വേദാന്ത ആദർശവാദിയാണ് ടാഗോർ. The various manifestations of nature represent him, and Brahma pervades through all these forms. He advocated that man should live for the ultimate truth which liberates him from the bondage of death and unites him with God. പ്രകൃതിയുടെ വിവിധ പ്രകടനങ്ങൾ, ഈ എല്ലാ രൂപങ്ങളിലും ബ്രഹ്മം വ്യാപിക്കുന്നു. മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുകയും ദൈവവുമായി ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന പരമമായ സത്യത്തിനായി മനുഷ്യൻ ജീവിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. Man's true satisfaction lies in understanding the relationship between his soul and God. The relationship between man and God should be that of love and joy. Love and universalism are the core of Tagore's philosophy of life. He had a desire to establish harmony between man and the universe by establishing a universal religion. The crux of Tagore's education philosophy was learning from nature and life. He saw a unity in all the things on this world. According to him, the highest education is that which does not merely give us information but makes our life in harmony with all existence. മനുഷ്യൻ്റെ യഥാർത്ഥ സംതൃപ്തി അവൻ്റെ ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിലാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബന്ധമായിരിക്കണം. പ്രണയവും സാർവലൗകികതയും ടാഗോറിൻ്റെ ജീവിത ദർശനത്തിൻ്റെ കാതലാണ്. ഒരു സാർവത്രിക മതം സ്ഥാപിച്ച് മനുഷ്യനും പ്രപഞ്ചത്തിനും ഇടയിൽ ഐക്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ തത്വചിന്തയുടെ കാതൽ പ്രകൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നുമാണ്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും അവൻ ഒരു ഐക്യം കണ്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം എന്നത് നമുക്ക് കേവലം വിവരങ്ങൾ നൽകുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ എല്ലാ അസ്തിത്വങ്ങളോടും യോജിപ്പിക്കുന്നതാണ്. Tagore based his educational philosophy on the following principles.
ടാഗോർ തൻ്റെ വിദ്യാഭ്യാസ തത്വശാസ്ത്രം താഴെ പറയുന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. റിയൽ എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് മേക്സ് വൺസ് ലൈഫ് ഇൻ ഹാർമണി വിത്ത് ഓൾ എക്സിസ്റ്റൻസ്. യഥാർത്ഥ വിദ്യാഭ്യാസം ഒരുവനെ എല്ലാ അസ്തിത്വത്തോടും യോജിപ്പുള്ള ജീവിതമാക്കി മാറ്റുന്നതാണ്. For true education, the child should be allowed to grow in freedom of mind, heart and will, which leads to spontaneous self-expression. യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് കുട്ടിയെ സ്വാതന്ത്ര്യത്തോടെ വളരാൻ അനുവദിക്കണം. മനസ്സും ഹൃദയവും ഇച്ഛാശക്തിയും സ്വതസിദ്ധമായ ആത്മപ്രകാശനത്തിലേക്ക് നയിക്കുന്നു. The child should be encouraged to acquire knowledge in natural environment through love of nature. സ്വാഭാവികമായ അറിവ് നേടുന്നതിന് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. പ്രകൃതി സ്നേഹത്തിലൂടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. Education should teach the child to know the whole humanity and inculcate feeling of universal brotherhood. വിദ്യാഭ്യാസം കുട്ടിയെ മാനവികതയെയും സ്നേഹിക്കാനും സാർവത്രിക സാഹോദര്യ ബോധം വളർത്താനും പഠിപ്പിക്കണം. Activities and direct experiences should find a place in education to promote a creative self-expression of the learner. പ്രവർത്തനങ്ങളും നേരിട്ടുള്ള അനുഭവങ്ങളും വിദ്യാഭ്യാസത്തിൽ ഇടം കണ്ടെത്തണം. പഠിതാവിൻ്റെ ക്രിയാത്മകമായ ആത്മപ്രകാശനം പ്രോത്സാഹിപ്പിക്കുക. Education should take place through natural manifestation in natural environment. സ്വാഭാവിക പരിസ്ഥിതിയിൽ സ്വാഭാവിക പ്രകടനത്തിലൂടെയാണ് വിദ്യാഭ്യാസം നടക്കേണ്ടത്. Education should emphasize the unity of truth by stressing the interrelationship between physical, mental and spiritual life. വിദ്യാഭ്യാസം സത്യത്തിൻ്റെ ഐക്യത്തിന് ഊന്നൽ നൽകണം. ശാരീരികവും മാനസികവും ആത്മീയവുമായ ജീവിതം തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കണം. Education should help the child to develop an attitude for acquiring freedom of mind. മനസ്സിൻ്റെ സ്വാതന്ത്ര്യം സമ്പാദിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം കുട്ടിയെ സഹായിക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് നാഷണൽ ലൈഫ്. ദേശീയ വിദ്യാഭ്യാസം ദേശീയ ജീവിതവുമായി അടുത്ത ബന്ധം പുലർത്തണം. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ദ ചൈൽഡ് ടു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്. Be a complete human being. വിദ്യാഭ്യാസം കുട്ടിയെ സമ്പൂർണ്ണ മനുഷ്യനായി വളർത്തിയെടുക്കണം. Child should be educated in the laps of nature far away from towns. പട്ടണങ്ങളിൽ നിന്ന് അകലെയുള്ള പ്രകൃതിയുടെ മടിത്തട്ടിൽ കുട്ടിയെ പഠിപ്പിക്കണം. Education should develop harmoniously all the faculties of the child. വിദ്യാഭ്യാസം കുട്ടിയുടെ എല്ലാ കഴിവുകളും യോജിപ്പിച്ച് വികസിപ്പിക്കണം. Tagore's idea on education. Tagore was essentially an individualist who questioned the relevance of a system of education created by nation states. He argued that this kind of education propelled by political motivation was harmful not only to individual freedom but also to global cooperation. Instead, he proposed a system of education formulated by civil society who would promote world peace and cooperation and not be limited by narrow national interest. ദേശീയ രാഷ്ട്രങ്ങൾ സൃഷ്ടിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്ത വ്യക്തിവാദിയാണ് ടാഗോർ. രാഷ്ട്രീയ പ്രേരണയാൽ നയിക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസം വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല ആഗോള സഹകരണത്തിലും ഹാനികരമാണെന്ന് അദ്ദേഹം വാദിച്ചു. പകരം ലോക സമാധാനവും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുന്ന സങ്കുചിത ദേശീയ താൽപ്പര്യങ്ങളാൽ പരിമിതപ്പെടാത്ത സിവിൽ സമൂഹം രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹം നിർദ്ദേശിച്ചു. The following are the major elements of the education system conceived by Tagore. ടാഗോർ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. Tagore's concept of education. According to Tagore, education is an instrument fashioned by men to achieve life's goal. It is a mean to develop personality of the child to the fullest so as to enable him to live in harmony with all existence.
He visualizes education as process of enlightenment. It enlightens the mind to find out the ultimate truth. When a man gets the light of truth, he is emancipated from the worldly bondage. It gives the learner the courage and wisdom to embrace the whole world as his own. The highest education, as said by Tagore, is that which does not merely give us information but make our life in harmony with all existence. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ പുരുഷന്മാർ രൂപപ്പെടുത്തിയ ഉപകരണമാണ് ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. കുട്ടിയുടെ വ്യക്തിത്വം പൂർണ്ണമായി വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉപാധിയാണിത്. അങ്ങനെ എല്ലാ അസ്തിത്വങ്ങളോടും യോജിച്ച് ജീവിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു. വിദ്യാഭ്യാസത്തെ ജ്ഞാനോദയ പ്രക്രിയയായാണ് അദ്ദേഹം കാണുന്നത്. അത് ആത്യന്തികമായ സത്യം കണ്ടെത്താൻ മനസ്സിനെ പ്രബുദ്ധമാക്കുന്നു. ഒരു മനുഷ്യൻ സത്യത്തിൻ്റെ വെളിച്ചം പ്രാപിച്ചാൽ അവൻ ലൗകിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നു. ലോകത്തെ മുഴുവൻ തൻ്റേതായി ഉൾക്കൊള്ളാനുള്ള ധൈര്യവും വിവേകവും അത് പഠിതാവിന് നൽകുന്നു. ടാഗോർ പറഞ്ഞ പരമോന്നത വിദ്യാഭ്യാസം നമുക്ക് കേവലം വിവരങ്ങൾ നൽകാതെ നമ്മുടെ ജീവിതത്തെ എല്ലാ അസ്തിത്വങ്ങളോടും യോജിപ്പിക്കുന്നതാണ്. Aims of education. The aim of education, according to Tagore, is to give one a sense of one's identity as a total man and to bring education in harmony with life. It should help the child to achieve fulfillment and completeness. As such, he made out the following aim of education. ഒരു സമ്പൂർണ്ണ മനുഷ്യനെന്ന വ്യക്തിത്വവും ജീവിതവുമായി പൊരുത്തപ്പെടുന്ന വിദ്യാഭ്യാസം വേണം കൊണ്ടുവരാൻ. പൂർണ്ണത കൈവരിക്കാൻ ഇത് കുട്ടിയെ സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഇനി പറയുന്ന ലക്ഷ്യങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തി. To ensure all-round development of the individual personality through harmonious interaction and union of the spirit with the environment. വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വികസനം ഉറപ്പാക്കുക, പരിസ്ഥിതിയുമായുള്ള യോജിപ്പുള്ള ഇടപെടലും ആത്മാവിൻ്റെ ഐക്യവും ഉറപ്പാക്കുക. To help the individual to realize the essential unity of man and his relationship with the universe. മനുഷ്യൻ്റെയും അവൻ്റെ അനിവാര്യമായ ഐക്യം തിരിച്ചറിയാൻ വ്യക്തിയെ സഹായിക്കുക. മനുഷ്യൻ്റെയും പ്രപഞ്ചവുമായുള്ള ബന്ധം അനിവാര്യമായ ഐക്യം തിരിച്ചറിയാൻ വ്യക്തിയെ സഹായിക്കുക. To help child's aesthetic nature and creativity in addition to ensuring his physical, mental, moral and spiritual development. കുട്ടിയുടെ ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവുമായ വികസനം ഉറപ്പാക്കുന്നതിനൊപ്പം അവൻ്റെ സൗന്ദര്യാത്മക സ്വഭാവവും സർഗാത്മകതയും വികസിപ്പിക്കുക. To draw out all the latent faculties of the child optimally. കുട്ടിയുടെ എല്ലാം അറിഞ്ഞിരിക്കുന്ന കഴിവുകളും മികച്ച രീതിയിൽ വളർത്തുന്നതിന്. To develop an international attitude, international understanding and universal brotherhood in children. കുട്ടിയുടെ അന്തർദേശീയ മനോഭാവം, അന്തർദേശീയ ധാരണ, സാർവത്രിക സാഹോദര്യം എന്നിവ വളർത്തിയെടുക്കുക. To achieve the highest ideals of life, truth, beauty and goodness. ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആദർശങ്ങൾ, സത്യം, സൗന്ദര്യം, നന്മ എന്നിവ നേടിയെടുക്കാൻ. Curriculum. According to Tagore, the curriculum should be broad-based. It should cater to the needs of the individual and the society. It should help in the complete development of the individual on one side and should develop the spirit of nationalism and internationalism on the other. ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ പാഠ്യപദ്ധതി വിശാലാടിസ്ഥാനത്തിലായിരിക്കണം. അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റണം. അത് ഒരു വശത്ത് വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് സഹായിക്കുകയും മറുവശത്ത് ദേശീയതയുടെയും അന്തർദേശീയതയുടെയും ആത്മാവിനെ വികസിപ്പിക്കുകയും വേണം. The following are the features of curriculum suggested by Tagore. ടാഗോർ നിർദ്ദേശിച്ച പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ ഇവയാണ്. മദർ ടങ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മാതൃഭാഷ പഠന മാധ്യമമായിരിക്കണം. Curriculum should be made use of educational values of craft, fine arts, music, dancing, gardening, cooking, field study.
കരകൗശല വിദ്യയുടെ വിദ്യാഭ്യാസ മൂല്യങ്ങൾ പാഠ്യപദ്ധതിയിൽ പ്രയോജനപ്പെടുത്തണം. കല, സംഗീതം, നൃത്തം, പൂന്തോട്ട പരിപാലനം, പാചകം, ഫീൽഡ് പഠനം മുതലായവ. Languages and literature, mother tongue, other Indian languages, foreign languages like English, German, Latin, French, etc. should be included in the curriculum. ഭാഷകളും സാഹിത്യവും, മാതൃഭാഷ, മറ്റ് ഇന്ത്യൻ ഭാഷകൾ, ഇംഗ്ലീഷ്, ജർമ്മൻ, ലാറ്റിൻ, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. സയൻസ് സബ്ജക്ട്സ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, സിവിക്സ്, ജോഗ്രഫി, ഇക്കണോമിക്സ്, സോഷ്യോളജി, religious studies, philosophy, psychology, etc. as core subjects. Arts, music, dancing, original creation, sculpture, painting, designing, etc. should be made an essential part of school experience. കലാ, സാഹിത്യം, സംഗീതം, ശില്പം, പെയിന്റിംഗ്, ഡിസൈനിങ് തുടങ്ങിയവയൊക്കെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം. Study of technical and occasional subject, agriculture, horticulture, gardening, etc. were also presented by Tagore. Methods of teaching. An effective method of education, according to Tagore, should bring out the development of the child in line with natural interests and tendencies. He based the method of teaching on three principles: freedom, creative expression, self-expression, and active communion with nature and man. ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ ഫലപ്രദമായ വിദ്യാഭ്യാസ രീതി സ്വാഭാവിക താൽപ്പര്യങ്ങൾക്കും പ്രവണതകൾക്കും അനുസൃതമായി കുട്ടിയുടെ വികസനം കൊണ്ടുവരണം. മൂന്ന് തത്വങ്ങളിൽ അധ്യാപന രീതികൾ അദ്ദേഹം അടിസ്ഥാനമാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം, സൃഷ്ടിപരമായ സ്വയം പ്രകടിപ്പിക്കൽ, പ്രകൃതിയോടും മനുഷ്യനോടും ഉള്ള സജീവമായ ആശയവിനിമയം. Teaching while walking is suggested as best method as it keeps the mind awake and give direct experiences. Subjects like history, geography, natural science, cultural studies, etc. can be effectively taught through frequent excursions and tours. മനസ്സിനെ ഉണർത്തുകയും നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നതിനാൽ നടക്കുമ്പോൾ പഠിപ്പിക്കുന്നത് മികച്ച രീതിയായി നിർദ്ദേശിക്കപ്പെടുന്നു. ചരിത്രം, ഭൂമിശാസ്ത്രം, പ്രകൃതിശാസ്ത്രം, സാംസ്കാരിക പഠനം തുടങ്ങിയ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള വിനോദയാത്രകളിലൂടെ, ടൂറുകളിലൂടെയും ഫലപ്രദമായി പഠിപ്പിക്കാൻ കഴിയും. Discussion and question answer method was advocated by Tagore to promote logical thinking and problem solving ability. യുക്തിപരമായ ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ടാഗോർ നിർദ്ദേശിച്ചതാണ് ചർച്ചയും ചോദ്യോത്തര രീതിയും. Activity methods such as craft, dramatization, projects, physical activities, and creative production was suggested as effective method for supporting physical as well as mental development. ക്രാഫ്റ്റ്, നാടകവൽക്കരണം, പ്രോജക്റ്റുകൾ, ശാരീരിക പ്രവർത്തനങ്ങൾ, ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ തുടങ്ങിയ പ്രവർത്തന രീതി ശാരീരികവും മാനസികവുമായ വികാസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടു. Heuristic method was adopted by Tagore in Shantiniketan as a means for inculcating spirit of inquiry in children while teaching science and mathematics. ശാസ്ത്രവും ഗണിതവും പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവം വളർത്തുന്നതിനുള്ള മാർഗമായി ശാന്തിനികേതനിൽ ടാഗോർ ഹ്യൂറിസ്റ്റിക് രീതി സ്വീകരിച്ചു. Social service for the first time in the history of education was accepted and practiced as a method of teaching in Shantiniketan for imparting lessons of civics, geography and natural science. വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി സാമൂഹ്യ സേവനം, പൗരശാസ്ത്രം, ഭൂമിശാസ്ത്രം, പ്രകൃതിശാസ്ത്രം എന്നിവയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനായി ശാന്തിനികേതനിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയായി അംഗീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു. Discipline. Tagore wanted to give child maximum opportunity for the discovery of his innate potentialities in an atmosphere of complete liberty. So, he was against rigid discipline in education. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷത്തിൽ തന്റെ സഹജമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് കുട്ടിക്ക് പരമാവധി അവസരം നൽകാൻ ടാഗോർ ആഗ്രഹിച്ചു. അതിനാൽ വിദ്യാഭ്യാസത്തിലെ കർക്കശമായ അച്ചടക്കത്തിന് അദ്ദേഹം എതിരായിരുന്നു. The following are his views on discipline. Tagore was against any form of corporal punishment to impose discipline. അച്ചടക്കം ചുമത്തുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ശിക്ഷയ്ക്ക് ടാഗോർ എതിരായിരുന്നു. He supported free discipline. അദ്ദേഹം സ്വതന്ത്ര അച്ചടക്കത്തെ പിന്തുണച്ചു.
In Tagore's educational system, discipline was not imposed, but it grew from within. ടാഗോറിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അച്ചടക്കം പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല, മറിച്ച് അത് ഉള്ളിൽ നിന്ന് ആണ് വരുന്നത്. He advocated self-discipline, giving maximum freedom to the child as it is very nature of the child. കുട്ടിക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വയം അച്ചടക്കം അദ്ദേഹം വാദിച്ചു. Self activities and social services were accepted by Tagore to minimize the incidence of indiscipline. അച്ചടക്കമില്ലായ്മയുടെ സംഭവങ്ങൾ പരിമിതപ്പെടുത്താൻ സ്വയം പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും അദ്ദേഹം അംഗീകരിച്ചു. Role of the teacher. Tagore gave a very important place to teacher in his scheme of education. He wanted teachers to help young children to grow on their own as a gardener helps the young plants to grow. ടാഗോർ തൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നൽകി. ഒരു പൂന്തോട്ടക്കാരൻ ഇളം ചെടികളെ വളരാൻ സഹായിക്കുന്നത് പോലെ കൊച്ചുകുട്ടികളെ സ്വതന്ത്രമായി വളരാൻ അധ്യാപകർ സഹായിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. The following are his views on teacher. A true teacher should be sympathetic, tolerant and patient. ഒരു യഥാർത്ഥ അധ്യാപകൻ സഹാനുഭൂതിയും സഹിഷ്ണുതയും ക്ഷമയും ഉള്ളവരായിരിക്കണം. The greatest teachers of men have been lovers of man. Hence, a real teacher should be a true lover his students. മനുഷ്യരുടെ ഏറ്റവും വലിയ അധ്യാപകൻ മനുഷ്യ സ്നേഹികളാണ്. അതിനാൽ ഒരു യഥാർത്ഥ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ സ്നേഹിതനായിരിക്കണം. A teacher must have a receptive mind and learning attitude. ഒരു അധ്യാപകന് സ്വീകാര്യമായ മനസ്സും പഠന മനോഭാവവും ഉണ്ടായിരിക്കണം. A true teacher should be a continuous learner. A teacher can never truly teach unless he is still learning himself. A lamp can never light another lamp unless it continues to burn it on flame. ഒരു യഥാർത്ഥ അധ്യാപകൻ തുടർച്ചയായി പഠിക്കുന്നവനായിരിക്കണം. ഒരു അധ്യാപകന് സ്വയം പഠിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയില്ല. സ്വയം ജ്വാല കത്തിച്ചുകൊണ്ടല്ലാതെ ഒരു വിളക്കിന് മറ്റൊരു വിളക്ക് കത്തിക്കാൻ കഴിയില്ല. The teacher should provide conducive environment to the child so that he engages himself in useful and constructive activities and learn by his own experience. അധ്യാപകൻ കുട്ടിക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകണം. അതുവഴി ഉപയോഗപ്രദവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പഠിക്കുകയും ചെയ്യും. Educational contributions of Tagore. Tagore was the greatest prophet of educational renaissance in modern India. His educational efforts were groundbreaking in many areas. He was one of the first in India to argue for a humane educational system that was in touch with environmental and aimed at overall development of the learner. His important contribution to the field of education are the following. ആധുനിക ഇന്ത്യയിലെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു ടാഗോർ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും മികവുറ്റതായിരുന്നു. പരിസ്ഥിതിയുമായി സമ്പർക്കം പുലർത്തുന്നതും പഠിതാവിൻ്റെ മൊത്തത്തിലുള്ള വികസനം ലക്ഷ്യമിടുന്നതുമായ മാനുഷിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വാദിച്ചവരിൽ ഒരാളാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ താഴെ പറയുന്നു. He struggled to implant his social ideals and succeeded in building up a social structure through education. തൻ്റെ സാമൂഹിക ആശയങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അദ്ദേഹം പാടുപെടുകയും വിദ്യാഭ്യാസത്തിലൂടെ ഒരു സാമൂഹിക ഘടന കെട്ടിപ്പടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. He founded Shantiniketan to realize his educational ideals. തൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം ശാന്തിനികേതൻ സ്ഥാപിച്ചു. He revived the ancient Indian ideals of education in the modern times and combined what is best in Western arts and science with the manners, customs and arts of India.
ഇന്ത്യയുടെ പെരുമാറ്റം, ആചാരങ്ങൾ, കലകൾ കൂടാതെ പാശ്ചാത്യ കലകളിലും ശാസ്ത്രങ്ങളിലും ഏറ്റവും മികച്ചത് ആധുനിക കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പുരാതന ഇന്ത്യൻ ആശയങ്ങളെ എല്ലാം അദ്ദേഹം സംയോജിപ്പിച്ച് പുനഃജീവിപ്പിച്ചു. He based his education system on essential human virtues such as freedom, purity, sympathy, perfection and world brotherhood. സ്വാതന്ത്ര്യം, വിശുദ്ധി, സഹാനുഭൂതി, പൂർണ്ണത, ലോക സാഹോദര്യം തുടങ്ങിയ അവശ്യ മാനുഷിക ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തിയത്. His philosophy aims at developing a system of education for human regeneration. മനുഷ്യൻ്റെ പുനർജനനത്തിനായുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വികസിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ തത്വചിന്ത ലക്ഷ്യമിടുന്നത്. ഹിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് എ സിന്തസിസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ, സയൻസ് ആൻഡ് വേദാന്ത. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും, പുരാതനവും ആധുനികവും, ശാസ്ത്രവും വേദാന്തവും തമ്മിലുള്ള ഒരു സമന്വയം ആയിരുന്നു. The establishment of Vishwabharati and Sriniketan led to pioneering efforts in many directions, including models for distinctively Indian higher education and mass education, as well as pan-Asian and global cultural exchange. വിശ്വഭാരതിയുടെയും ശ്രീനികേതൻ്റെയും സ്ഥാപനം വ്യത്യസ്തമായ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസത്തിനും ബഹുജന വിദ്യാഭ്യാസത്തിനുമുള്ള മാതൃകകൾ കൂടാതെ ഏഷ്യൻ ആഗോള സാംസ്കാരിക വിനിമയം എന്നിവയുൾപ്പെടെ നിരവധി ദിശകളിലേക്കുള്ള മാർഗം തെളിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കാരണമായി. He considered nature as a powerful agency for the moral and spiritual development of the child and utilized its possibilities in education. കുട്ടിയുടെ വികസനം ധാർമ്മികവും ആത്മീയവുമായ ഒരു ശക്തമായ ഏജൻസിയായി അദ്ദേഹം പ്രകൃതിയെ കണക്കാക്കി. വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ പ്രകൃതിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു. Tagore implemented a Brahmacharya pedagogical structure employing gurus to provide individualized guidance for pupil. വിദ്യാർത്ഥിക്ക് വ്യക്തിഗത മാർഗനിർദ്ദേശം നൽകുന്നതിന് ഗുരുക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ടാഗോർ ഒരു ബ്രഹ്മചര്യ പെഡഗോഗിക്കൽ ഘടന നടപ്പാക്കി. No other educationalist of modern era has given so much importance to the development of the child's aesthetic nature and creativity as given by Tagore. ആധുനിക കാലത്ത് മറ്റൊരു വിദ്യാഭ്യാസ വിചക്ഷണനും ഇത്രയും കുട്ടിയുടെ സൗന്ദര്യാത്മക സ്വഭാവത്തിനും സർഗാത്മകതയുടെ വികാസത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയിട്ടില്ല.